നമസ്കാരം. ഇന്ന് കേരള നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി മാറുന്ന രണ്ട് അഭാവങ്ങളുണ്ട്. അത് ഉമ്മൻചാണ്ടിയും വി.എസ്. അച്യുതാനന്ദനുമാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1970 മുതൽ അന്തരിക്കുന്നതുവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ഇത്രയും വർഷം തിരഞ്ഞെടുക്കപ്പെടുന്ന വളരെ അപൂർവം നേതാക്കളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. കെ എം മാണി നമുക്കറിയാം, അദ്ദേഹം പാലയിൽ നിന്ന് ഇതുപോലെ വിജയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് വി.എസ്. അച്യുതാനന്ദൻ്റെയും കാര്യം. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നില്ല എങ്കിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹം മത്സരിക്കാത്ത സന്ദർഭങ്ങളിൽ പോലും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യം തന്നെയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം.എൽ.എ. പുതുപ്പള്ളിയിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയത് കറുത്ത വേഷം ധരിച്ചുകൊണ്ടാണ്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള മാധ്യമപ്രവർത്തകർ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, ഉമ്മൻചാണ്ടിയെ ഇപ്പോഴും ഈ സർക്കാർ അപമാനിക്കുന്നു എന്നതിൽ പ്രതിഷേധിച്ചാണ് താൻ ഇത്തരത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത് എന്നാണ്. ഇതിൽ പല കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തൻ്റെ ജീവിത സായാഹ്നത്തിൽ ഉമ്മൻചാണ്ടിയെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയാണ് പിണറായി സർക്കാർ പിന്തുടർന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തെ വ്യക്തിപരമായി അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതി, അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ സർക്കാർ വലിയ തോതിൽ ക്രൂരമായാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. മാത്രമല്ല, ഉമ്മൻചാണ്ടിയോട് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്ത വ്യക്തികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചിരുന്നതെന്നൊക്കെയാണ് ചാണ്ടിമൻ പറയുന്നത്. പുതുപ്പള്ളിയിലെ ഇനിയും പണി പൂർത്തിയാകാത്ത മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേരിട്ട കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത് എന്നാണ് ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാട്ടുന്നത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം, അദ്ദേഹം പുതുപ്പള്ളിയിൽ എല്ലാ ഞായറാഴ്ചകളിലും കൃത്യമായി എത്തുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം എല്ലാവർക്കും അനുഭവപ്പെടുമായിരുന്നു. അദ്ദേഹം കൃത്യമായി സമയം കണ്ടെത്തി എല്ലാ മണ്ഡലങ്ങളിലും ഓടി പാഞ്ഞെത്തി UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും 4 ഭാഗത്തു നിന്നും ഉറപ്പുവരുത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ ഉമ്മൻചാണ്ടി നിഷ്കർഷ പുലർത്തിയിരുന്നൊരു നേതാവ് കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ വോട്ട് ചെയ്യാൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. എങ്കിൽ പോലും എല്ലാ വർഷവും മാധ്യമങ്ങൾ പൊതുവെ വാർത്തകൾ നൽകുന്ന കൂട്ടത്തിൽ, തിരഞ്ഞെടുപ്പ് ദിവസത്തെ വാർത്തകൾ നൽകുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് AK ആൻ്റണിയും MM ഹസനും എല്ലാം ഈശ്വര വിലാസം റോഡിൽ അവിടെ വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാ വർഷവും കാണാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി കുടുംബാംഗങ്ങളും പുതുപ്പള്ളിയിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുമായിരുന്നു. പിണറായി വിജയനും അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ നമ്മൾ കാണുമായിരുന്നു. പക്ഷേ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ആ ദൃശ്യമില്ല എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ മകൻ ഇന്ന് പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. അദ്ദേഹം ഈ കറുപ്പ് വേഷം അണിഞ്ഞുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാൻ എത്തിയത് തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഈ സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടിയോടുള്ള നിലപാടിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഉമ്മൻചാണ്ടിയെ ജീവിതത്തിൽ ഇത്രയും വേട്ടയാടിയ മറ്റൊരു സർക്കാരുണ്ടോ, അതല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനമുണ്ടോ എന്നതിന് സംശയമാണ്. അദ്ദേഹത്തെ അങ്ങേയറ്റം ലൈംഗിക അധിക്ഷേപം വരെ നടത്തി അന്വേഷണ കമ്മീഷൻ വെച്ച് വിചാരണ നടത്തി അങ്ങേയറ്റം അപമാനിച്ച് ഏറ്റവും ഒടുവിൽ പക്ഷേ ഉമ്മൻചാണ്ടി അന്തരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം താൻ നിരപരാധിയാണ് എന്നുള്ള CBI റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെയാണ് വിടവാങ്ങുന്നത് എന്നുള്ള ഒരു ആശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത്രയധികം ജനകീയനായ ഒരാളിനെ ജനങ്ങൾക്ക് മുന്നിൽ താറടിച്ച് കാണിച്ച് മോശക്കാരനാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് CPM അന്ന് മുന്നിൽ വെച്ചിരുന്നത്. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ഈ തിരഞ്ഞെടുപ്പിൽ മറ്റു പലർക്കും കിട്ടും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ കൂടി അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് ദൈവം നൽകുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന ശിക്ഷയായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ നമ്മൾ കാണുക എന്നാണ് ഉമ്മൻചാണ്ടിയുടെ അനുയായികളെല്ലാവരും തന്നെ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്.